പ്രശ്നം ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടത് ഞാനൊരു അഭിഷക്തനാണെന്ന് മനസ്സിലാക്കണം. എന്താണ്? അഭിഷേകം എൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കണം. അഭിഷേകം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും താഴോട്ട് പോകത്തില്ല. ആ അഭിഷേകം എന്നെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. യേശുവിനെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ ആ സമയം ഞാൻ അവന്റെ ലോർഡ്ഷിപ്പിലേക്ക് വന്നു, അതായത് ആ കർത്തൃത്വത്തിലേക്ക് വന്നു. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നു മുതൽ ഞാൻ എന്നെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. അവൻ എന്നെ നടത്തേണ്ടതിന്, എന്നെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിന്, എനിക്ക് വഴി കാണിച്ചു തരേണ്ടതിന്, അവന്റെ ശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് പോകേണ്ടതിന്. ആ സമയം മുതൽ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. അവനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ്. അവനാണ് എന്നെ വഴി നടത്തുന്നത്. അപ്പോൾ പ്രശ്നങ്ങളെ ഞാൻ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ആ ആത്മാവിന്റെ ഉള്ളിലുണ്ട്. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നത്തിലും ഞാൻ താഴോട്ട് പോകത്തില്ല, ഒരു ക്ഷാമത്തിലും ഞാൻ താഴോട്ട് പോകത്തില്ല, ഒരു ഇല്ലായ്മയിലും ഞാൻ താഴോട്ട് പോകില്ല. ആ അഭിഷേകം എന്നെ ഹയർ തലത്തിലേക്ക് കൊണ്ടുവരും. അഭിഷേകം എന്നെ ഹയർ തലത്തിലേക്ക് കൊണ്ടുപോകും. ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളുടെ മുൻപിൽ ഞാൻ കരഞ്ഞു നിലവിളിക്കുകയല്ല വേണ്ടത്. അതിന് പകരം ഞാൻ മനസ്സിലാക്കേണ്ടത് അഭിഷേകം എന്നെ നടത്തുന്നു എന്ന് മനസ്സിലാക്കണം. എന്നെ നടത്തേണ്ടതിനാണ് അഭിഷേകം എന്റെ ഉള്ളിൽ വന്നത്. ഞാനൊരു അഭിഷക്തനാണ് എന്ന് പറഞ്ഞേ, അഭിഷേകം എന്റെ ഉള്ളിൽ ചലിക്കുന്നു. ഞാനൊരു അഭിഷക്തനാണ്. ഞാൻ പ്രശ്നങ്ങളുടെ മുൻപിൽ അതുകൊണ്ട് പതറിപ്പോകത്തില്ല, ഞാൻ തോറ്റു പോകത്തില്ല. ആ അഭിഷേകം എന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞ ആ അഭിഷേകം എന്റെ അകത്തുണ്ട്. അഭിഷേകം എന്റെ അകത്തുണ്ട്. ഒരു ശത്രുവിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു ശത്രുവിനും എന്നെ തൊടാൻ അവന്റെ മഹത്വം എന്റെ മേൽ ചലിക്കുന്നുണ്ട്. അവന്റെ മഹത്വം എന്റെ മേൽ ചലിക്കുന്നുണ്ട്. അതെന്നെ എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്? ഉയർന്ന പ്രതലത്തിലേക്ക് അതെന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും താഴോട്ട് പോകത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അഭിഷേകം എന്റെ മേൽ പകർന്നത്.